കുറച്ച് ചോറുള്ള പള്ളികളൊക്കെ നോക്കി വരികയാണേ. എന്നിട്ട് നമ്മളൊരു വാട്സപ്പ് സമാജം ഉണ്ട്, അപ്പൊ അതിലിട്ട് കൊടുക്കാനാ ഈ ഏരിയയിലുള്ള പിള്ളേർക്കൊക്കെ ചോറുള്ള പള്ളി പോയി കഴിക്കാം. അവരും ഇപ്പോ അറിയാലോ, ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ അറിയാലോ. എല്ലാ പിള്ളേരൊക്കെ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നാശായി കൊണ്ടിരിക്കുകയാണ്. വാപ്പാനും ഉമ്മാനൊക്കെ കൊല്ലണ സമയമാണ്. അപ്പൊ നമ്മള് വാട്സാപ്പില് ചോറുള്ള പള്ളി ഇട്ട് കൊടുക്കുമ്പോ അവര് ആ ഭാഗത്തേക്ക് പോകും. അങ്ങനെ അവിടെ പോയിന്ന് 2 ദിക്കറ് ചെല്ലുകയാണെങ്കിൽ ചെല്ലട്ടെ അല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ കാരണം MDMA പകരം ചോറ് കഴിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ചോറിന്റെ പേരില്ലെങ്കിൽ അവര് 2 പേര് വൈകിട്ട് പറമ്പിൽ കൂടിയിരിക്കണതിന് പകരം പള്ളിയിൽ കൂടിയിരുന്ന നല്ലൊരു കാര്യല്ലേ? എടപ്പാട് ഭാഗത്ത് ഏതാ ചോറുള്ള പള്ളിയുള്ളത്? അതിപ്പോ എവിടെ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് അവിടെ ഉള്ളവരോട് ചോദിക്കണം. 4 കിലോമീറ്റർ ദൂരം എടപ്പാട്. 4 കിലോമീറ്റർ ഉള്ളൂ, നടക്കാവുന്നുള്ളൂ. 4 കിലോമീറ്റർ. ഞങ്ങള് 10-15 കിലോമീറ്റർ നടന്നിട്ടായിരുന്നു. അതിപ്പോ ഓരോരുത്തര് ഇതിനനുസരിച്ച് ഞാന് 10 വർഷം 2 കിലോമീറ്റർ നടക്കുന്നത് എന്നെ കൊണ്ട് പറ്റില്ല. 12 നമ്മള് 40 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നു. അപ്പൊ ഇപ്പൊ എന്നെ കൊണ്ട് നിങ്ങള് 12 കിലോമീറ്റർ നോമ്പ് നോക്കി നടക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞു ഇപ്പൊ പറ്റില്ല. ഞാൻ നോമ്പർ കുറച്ച് ഒരു കൈ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഫുൾ റിസൾട്ട് അറിയണമെങ്കിൽ ഈ പള്ളിയിൽ അന്വേഷിച്ചു. ആ പള്ളിയിൽ അന്വേഷിച്ചാൽ മതി. നിസ്കാരത്തിന് ചിലപ്പോ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ ഇടം ഉണ്ടാക്കി. ഇവിടെ ചോറുണ്ടോ? ചോറില്ല എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. ചോറ് കൊടുക്കാത്തപ്പോ ഞാൻ ബന്ധവുകാരനാണ്, വൃത്തിയായിട്ടാണ്. ഞാനിപ്പോ ഇവിടെ അടുത്ത് വന്നതാണ്. ഞങ്ങക്ക് അറിയേണ്ടത്, നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞിട്ട് ചോറുള്ള പള്ളി വൈകിട്ട് ചോറുള്ള പള്ളി അറിയണ്ടേ പറഞ്ഞിട്ട് അത് നമുക്ക് എഴുതി വെക്കാം. ഏതേലും പരിചയത്തില് എന്റെ മലയാളി എപ്പോഴാ വരിക? മലയാളി എപ്പോഴാ വരിക? മലയാളിക്ക് അറിയോ ചോറുള്ള പള്ളി? എടപ്പാള് ഏത് ഭാഗത്താ പള്ളി ചോറുള്ളത്? നെയ്ച്ചോറാവോ അതോ സാധാ ബിരിയാണിയോ? ബുള്ളറ്റേരിയ മറ്റേ അത്താഴം എവിടെ ഉള്ളത്? അത്താഴം അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. എടപ്പാട് എന്തായാലും ചോറുള്ള പള്ളി ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഞങ്ങളൊന്ന് വെച്ച് പിടിക്കട്ടെ.